ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു സന്ദർശിച്ച ആളുകളെയും യേശുവിനെ സന്ദർശിച്ച ആളുകളെയും കുറിച്ചുള്ള പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് എമ്മൗസിലെ ഭവനത്തിൽ രണ്ട് ശിഷ്യന്മാരെ യേശു സന്ദർശിക്കുന്ന കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം എഴുതിയിട്ടുള്ള ആ കാര്യം ഞാൻ വായിക്കുന്നു. 24-ാം അധ്യായം 13 മുതൽ. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് എന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറേയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധി കേൾപ്പിച്ച് കുരിശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമില്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ച് കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം സംഭവിച്ച ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു വീട്ടിൽ പോവുകയാണ്. അത് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന സ്ഥലത്ത്. എന്തെല്ലാം കാര്യങ്ങൾ യേശുവിന് ചെയ്യാനുണ്ട്. പക്ഷെ യേശു അതിനേക്കാൾ ഗൗരവമായിട്ട് ഇതിനെ കണക്കാക്കി. കാരണം അവര് നിരാശപ്പെട്ട് തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് വിചാരിച്ച് ഈ പ്രസ്ഥാനം വിട്ട്, അല്ലെങ്കിൽ യേശുവിനെ വിട്ട്, ശിഷ്യന്മാരെ വിട്ട് അവര് സ്വദേശത്തേക്ക് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അവരെ നേടണം. അപ്പൊ കർത്താവായ യേശുക്രിസ്തു നല്ല ഇടയനായിട്ടാണ് ഭൂമിയിൽ വന്നത്. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകും. ഈ ഇടയന്റെ പ്രത്യേകത ആടുകളെ തന്റെ ശബ്ദം കേൾപ്പിച്ച് തന്റെ വകയാക്കുക എന്നുള്ളത് മാത്രമല്ല, തെറ്റിപ്പോയ ആടുകളെ മടക്കി വരുത്തുക എന്നുള്ളതും ഇടയന്റെ ജോലിയാണ്. അതാണ് ഇവിടെ യേശു ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു വലിയ പാഠം നമുക്കുണ്ട്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമുക്ക് വല്ല നിരാശയോ വല്ല ബുദ്ധിമുട്ടോ ഉണ്ടായാൽ നമ്മുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? പേടിക്കേണ്ട, യേശു ഇടയനാണ്. തീർച്ചയായിട്ടും തത്സമയത്ത് സഹായത്തിനായിട്ട് യേശു ഓടിയെത്തും. അങ്ങനെയുള്ള ഒരു പാഠമാണ് ഈ സംഭവം നൽകുന്നത്. ഈ 2 പേരിൽ ഒരാള് ക്ലയോപ്പാവാണ്. തീർച്ചയായിട്ടും മറ്റേയാൾ ആരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. കാരണം യേശുവിന്റെ കുരിശിനരികെ ക്ലയോപ്പാവിന്റെ ഭാര്യയും മഗ്ദലന മറിയയും യേശുവിന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. ശബത്ത് ആരംഭിച്ചതുകൊണ്ട് അന്ന് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല. ശനിയാഴ്ച സ്വസ്ഥമായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് യേശു ഉയർത്തു എന്നുള്ള സംഭവം ആളുകൾ ഇങ്ങനെ പറയുന്നത്. എന്നാൽ എല്ലാവർക്കുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ കേട്ടു. പക്ഷേ ഇവര് കണ്ടില്ല. അതുകൊണ്ട് ക്ലയോപ്പാവ് തന്റെ ഭാര്യയെ കൂട്ടിയാണ് അവരുടെ ഗ്രാമമായ എമ്മൗസിലേക്ക് പോയതെന്ന് നമുക്ക് അനുമാനിക്കാം. തന്നെയല്ല, അവര് പോയത് ഒരു വീട്ടിലേക്കാണ്. ഞങ്ങളോടുകൂടെ പാർക്കായെന്നാണ്. അവിടെ 2 വീടല്ല. അപ്പൊ തീർച്ചയായിട്ടും ക്ലയോപ്പാവും ഭാര്യയുമായിരുന്നു. എന്തായാലും യേശു വേഷം മാറി അവരോടുകൂടെ നടന്നു. നിങ്ങൾ എന്താ തർക്കിക്കുന്നതെന്നൊക്കെ ചോദിച്ചു.
യേശുവിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. യേശു ഒരു പ്രവാചകനാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ യേശു മോശയുടെ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വ്യാഖ്യാനിച്ച് യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണെന്ന് തെളിയിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരുന്നു. അവർക്ക് വലിയ സന്തോഷമായി. വീട്ടിൽ ചെന്ന് അവര് യേശു മുന്നോട്ട് നടക്കുന്ന ഭാവം കാണിച്ചു. അവർ നിർബന്ധിച്ചു വീട്ടിലേക്ക് കയറ്റി ഭക്ഷണം ഒരുക്കി. ഭക്ഷണം കഴിക്കാൻ നേരത്താണ് യേശു അപ്രത്യക്ഷനായത്. അവർക്ക് മനസ്സിലായി ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് യേശു, സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ് യേശു, സ്നേഹവാനാണ്, നല്ല ഇടയനാണ് യേശു. അവര് ആ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അവര് തിരിച്ച് ഓടുകയാണ്. ആ രാത്രി ഓടുകയാണ്. എന്തിനാ? ശിഷ്യന്മാരോട് പറയാൻ. യേശു ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയാൻ വേണ്ടി അവരോടുകയാണ്. എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളും കണ്ടിരുന്നു, ഞങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവര്, നമ്മുടെ കർത്താവ് ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ. അങ്ങനെ ശാപ്രവത്തിൽ വാക്യമുണ്ട്. പോയിന്ന തിരി കെടുത്താത്തവൻ. നിരാശപ്പെട്ട് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയ ആളുകളെ മടക്കി വരുത്തിയ ഒരു കർത്താവ്. യേശു ശിഷ്യരോട് പറഞ്ഞില്ല, ഞാൻ യേശുവാണ്, ഞാൻ ദൈവമാണ്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവർ യേശു പറയാതെ തിരിച്ചു വന്നു. യേശു പറയാതെ തനിക്കായി ജീവിക്കാൻ മനസ്സുള്ള ആളുകളെയാണ് യേശു ഇന്നും ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ കർത്താവിനായി ജീവിക്കാം. എത്ര നല്ല മിത്രം യേശു! നമുക്ക് അവനായി പ്രവർത്തിക്കാം. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.